ചാണ്ടി ഉമ്മൻ MLA ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മന്ത്രിസഭ അങ്ങനെ നിലവിൽ വന്നു കഴിഞ്ഞു. UDFന്റെ ചരിത്ര വിജയവും ആ മന്ത്രിസഭയുടെ പൂർത്തീകരണവും ഉണ്ടായി. മന്ത്രിസഭയിൽ താങ്കളുടെ പേരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. മന്ത്രിസഭയിൽ ഉൾപ്പെടാത്തതിൽ താങ്കൾ കടുത്ത അതൃപ്തിയില്ലെന്ന് ചില അഭ്യൂഹങ്ങൾ പുറത്തുണ്ട്. എന്തെങ്കിലും വസ്തുതയുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഇതാണ് പറയുന്നത്, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതും മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇല്ലാത്ത അഭ്യൂഹം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ചാണ്ടി ഉമ്മൻ ഇന്നലെ പുറത്തു വന്നൊരു വാർത്ത, ചാണ്ടി ഉമ്മൻ നടന്ന് അവിടേക്ക് വരുന്നു, അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന്റെ സൂചനമാണ്. പക്ഷേ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ നിന്ന് പുതുപ്പള്ളിക്കാർ പോവാതിരിക്കാൻ ഞാൻ അവരെയും കൂട്ടി ഒരുമിച്ചിറങ്ങിയതാണ്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ചിലർ ലൈവ് TV കണ്ടുവെന്ന് എനിക്കറിയില്ല. അവരെയും കൂടെ കൂട്ടി ഇറങ്ങിയതാണ്. എല്ലാവരെയും കൂട്ടി എനിക്ക് വണ്ടി വരാൻ പറ്റത്തില്ലല്ലോ, അതാണ്. പക്ഷേ ഞങ്ങൾക്ക് വിട്ടുപോയതാവാം. രണ്ടാമതൊരു കാര്യം, താങ്കളും മാതാവും കൂടി AK ആന്റണിയെ കണ്ടു, അതൊരു അതൃപ്തി അറിയിക്കുന്ന ഒരു സൂചനയാണ്. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പ്രചരണം നടക്കുകയാണ്, അതാണ് ചോദിക്കുന്നത്. ഇന്നലെ ആന്റണി ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ കുടുംബമാണ്. ആന്റണി ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സീനിയർ ലീഡറും ഇന്ത്യയിലെ കോൺഗ്രസിലെ ഏറ്റവും സീനിയർ ലീഡർ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ ഫാദറാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തിയത്. അദ്ദേഹത്തിന് ഞാൻ മെനഞ്ഞാന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു. നിങ്ങൾ വന്ന് എടുത്തതാണല്ലോ അത്. അപ്പം അദ്ദേഹം എൻ്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പം അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകണോ അതോ ഇവിടെ നിർത്തണോ? ഇത് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമല്ലോ. ഒരു കാര്യം, മധ്യ കേരളത്തിൽ ഇത്തവണ UDFന് അവരുടെ പരമ്പരാഗത, നിങ്ങളുടെയൊക്കെ പരമ്പരാഗത മേഖലയിലേക്ക് ഒരുപക്ഷെ തങ്ങളുടെ പിതാവൊക്കെ ഉള്ള സമയത്തിനേക്കാൾ ഒരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് കോട്ടയമൊക്കെ തൂത്തുവാരിയെടുക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. ഞാൻ താങ്കളുടെ വിഷയം മാറ്റി നിർത്താം. കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കും എല്ലാവരും. അത് കുറഞ്ഞുപോയി എന്നതൊരു വസ്തുതയല്ലേ? അല്ല, ഇപ്പം അത് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷനാണ് ആരെ എടുക്കണം, ഏത് ജില്ലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ വിടുക. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം, ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം കൂടി, മധ്യ തിരുവിതാംകൂർ, മധ്യ കേരളത്തെയാണ് പൊതുവിൽ പറയുന്നത്, വലിയ വിക്ടറി ഉണ്ടായ സ്ഥലമാണ്. സ്വാഭാവികമായും ജനസംഖ്യാ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ UDFന്റെ പ്രാതിനിധ്യത്തിലുണ്ടായ വിജയമോ ഒക്കെ പരിഗണിക്കുമ്പോൾ അൽപ്പൂടി വരണം. അത് നമുക്കറിയാം, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കേണ്ടി വരും, പല ഇക്വേഷൻസും വേണ്ടി വരും. ആ ഇക്വേഷൻസിൽ പരിഗണിക്കപ്പെടാതെ പോയതാവുമോ? അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇല്ല, കോഴിക്കോടില്ലല്ലോ. എന്താ ഇക്വേഷൻ എനിക്കറിയില്ല, അദ്ദേഹത്തിനോട് ചോദിക്കണം. കാസർഗോഡില്ലല്ലോ, എന്താ ഇക്വേഷൻ എനിക്കറിയില്ല. അതെല്ലാം എനിക്കങ്ങനെ ഉത്തരം പറയാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അദ്ദേഹം അതിനുള്ള എക്സ്പ്ലനേഷൻ തരേണ്ടതാണെ തരും, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിക്കകത്തത് പറയും. ഈ താങ്കളുടെ സ്നേഹം കൊണ്ടാണോ ഈ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു? താങ്കളുടെ സ്നേഹം, ഒന്ന് പുതുപ്പള്ളിക്കാരുടെ സ്നേഹമുണ്ട്, പിന്നെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ താങ്കൾ കാട്ടിവെച്ച ചില മാതൃകകളുണ്ട്. അതുകൊണ്ട് കൂടി കൂടുതൽ ആളുകൾ ഇഷ്ടം കൊണ്ട് തോന്നുന്നതാണോ അത്? തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം സ്നേഹം കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായ നന്ദി. കാരണം എൻ്റെ ഒരു പേര് നിങ്ങളങ്ങനെ പറയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മന്ത്രിയായി വരണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അത് എന്നോട് കാണിക്കുന്ന വലിയ ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏതൊരു സ്ഥാനത്തെക്കാട്ടി കേരളത്തിൻ്റെ മകനെന്ന് ആണ് ഞാനിപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. കാരണം അതാണ് ജനങ്ങളുടെ സ്നേഹം. വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ഞാനിന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു, സീനിയർ ആർട്ടിസ്റ്റ് ജീജ. അവരെന്നോട് പറഞ്ഞു, ഞാൻ സാറിനെ കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് മോനെ ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ, മോനെന്നാ പറഞ്ഞു, അപ്പോൾ മോനെ ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഞാനത് പബ്ലിക് ഫോറത്തിൽ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ഞാൻ അതിനുശേഷം മ്യൂസിയം പോയപ്പോൾ ഒരമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടാൻ എനിക്ക് കാരണം ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ? ഞാനിങ്ങനെ എൻ്റെ പ്രവർത്തനം കണ്ടിട്ടും അതുപോലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കണ്ടിട്ടും അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുകയാണ്. ആ സ്നേഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ള വ്യക്തിയായിരിക്കും. മന്ത്രിയായിരുന്നു ചിലപ്പോൾ അത് പോയേനെ. അതുകൊണ്ട് മന്ത്രിയാകത്ത് ഈശ്വര നിശ്ചയം കണക്കാണ്. അതിനെയാണ് ചോദിക്കുന്നത്. മുമ്പും താങ്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അധികാരം വന്നാൽ ഒരു പക്ഷേ ജനങ്ങളുമായി അല്പം അകറ്റാൻ ഇട വന്നേക്കാം. അപ്പോൾ ഇതൊരു സാധ്യതയാണോ? അത് ശരിയാണോ? അങ്ങനെ അധികാരം വന്നാൽ ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അധികാരത്തിന് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അധികാരം ചിലപ്പോൾ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള സെയിങ് തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പവർ കറപ്റ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, കറപ്റ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ അതിജീവിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരായ കരുണാകരനും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമല്ല എന്നല്ല, പക്ഷേ ചിലപ്പോൾ നമ്മൾ മതിമറന്നു പോയാലോ, എങ്ങാനും നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയാലോ, ഇപ്പം അറിയാതാണെങ്കിൽ ഒരു തെറ്റുപറ്റിയാൽ ജനമനസ്സിൽ അതിനൊരു കളങ്കം പറ്റിയാൽ അത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം. ഇത്രയും നമ്മളെ കുടുംബത്തിലെ അംഗം പോലാണ് ഈ സാധാരണക്കാർ കരുതുന്നത്. അതെന്നും എനിക്ക് അങ്ങനെയായിരിക്കും.
കാര്യം കൂടി, പുതുപ്പള്ളിയിലെ ഇത്തവണത്തെ ബൈ ഇലക്ഷനിലെ താങ്കളുടെ ക്യാമ്പയിൻ കേരളം പലതവണ ചർച്ച ചെയ്തതാണ്. താങ്കളുടെ ഒരു മാതൃകാ സ്വഭാവങ്ങൾ കണ്ടത്. താങ്കളുടെ പിതാവ് ഉണ്ടായിരുന്ന സമയത്തും ഇത്തരം മാതൃകകൾ ക്യാമ്പയിനിൽ കൊണ്ടുവന്നുകൂടെ എന്ന ആലോചന അന്നും മനസ്സിലുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പലപ്പോഴും ഫോട്ടോ വെച്ച് പോസ്റ്റ് അടിക്കത്തില്ലായിരുന്നു, പേര് മാത്രമേ എഴുതുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹവും അങ്ങനെ എൻ്റെ ഓർമ്മയിൽ 2006 വരെ ഫോട്ടോ വെക്കത്തില്ലായിരുന്നു. 2011 തോന്നുന്നു ഫോട്ടോ വെച്ച് ഒരു പോസ്റ്റ് അടിച്ചത്. ഇനി താങ്കളുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഇനി മത്സരരംഗത്തുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാലത്തും ഈ ഒരു പാറ്റേൺ അത് കീപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഇലക്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്. ചിലപ്പോൾ ഞാൻ ഈ 5 വർഷം കൊണ്ട് രാഷ്ട്രീയം നിർത്തിയാലോ, നമുക്കറിയില്ലല്ലോ. എനിക്ക് അവസരം പാർട്ടി തന്നില്ലെങ്കിലോ, അതൊക്കെ എനിക്ക് ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഞാൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം എന്നെ സംബന്ധിച്ച് അധികാരത്തിനപ്പുറം ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കാം. അത് പറയുമ്പോഴും നമുക്കറിയാം ഈ താങ്കൾ കാട്ടിയ മാതൃക ഒരുപക്ഷെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താങ്കളുടെ രാഷ്ട്രീയ പ്രതിയോഗികളും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് ചെലവ് കുറയ്ക്കണമെന്നത്. പക്ഷേ എല്ലാവർക്കും കഴിയാതെ പോകുന്നത് എതിർ സ്ഥലത്ത് നിൽക്കുന്നയാൾ ചെലവഴിക്കുമ്പോൾ താങ്കളും എനിക്കും ചെലവഴിക്കേണ്ടി വരുന്നു എന്നൊരു പ്രതിസന്ധിയാണ്. 4 കോടിയും 3 കോടിയും മറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ഭാഗ്യപരീക്ഷ നടത്തുന്നവരാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. അതുണ്ടാക്കുന്ന കടക്കണിയും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതൊരു എല്ലാ അർത്ഥത്തിലുള്ള മാതൃക. പുതുപ്പള്ളിക്കും അപ്പുറത്തേക്ക് ഈ മാതൃക നീണ്ടു പോകണം. താങ്കൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് വലിയ പരിമിതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ പ്രവർത്തനം നടത്തിയത്. കാരണം എൻ്റെ ഉദ്ദേശം എൻ്റെ നാട്ടിൽ വീടുകൾ വെക്കുക, ആളുകളെ സഹായിക്കുക, എൻ്റെ ഫാദർ പോലെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ എനിക്ക് പല സാഹചര്യങ്ങളും അത് പറ്റാതെ വന്നു. അതുകൊണ്ട് അത് തുടരണമെങ്കിൽ എൻ്റെ ചെലവ് കുറയ്ക്കുക, എൻ്റെ പ്രൊജക്ഷൻ കുറയ്ക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിലും ചെയ്തതല്ല. പക്ഷെ അത് ശരിയാണ് എന്നുള്ളത് കാലം തെളിയിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ പ്രവർത്തനത്തിനായി ഞാൻ ഇത് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പം അത് ഞാൻ ഇനി അങ്ങോട്ട് ജനങ്ങളെ സഹായിക്കുവാനും ഒപ്പം പ്രവർത്തിക്കുവാനും ഇതെന്നെ ഉപകാരപ്പെടും എന്നുള്ള സംശയമില്ല. അപ്പം നാളത്തെക്കുറിച്ച് എനിക്കിനി പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പ്രവർത്തനത്തിൻ്റെയും അതുപോലെ പരിമിതികൾ കൊണ്ട് എന്ത് തീരുമാനം എടുത്തേക്കാം. താങ്കൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പതിവ് പൊളിറ്റീഷ്യൻസിന്റെ രീതിയിലും ശൈലിയിലുമല്ല. അപ്പോൾ പൊളിറ്റീഷ്യൻസ് അത് എന്താ താങ്കൾ ഒരു കൃത്രിമത്വമാണോ എന്ന് സംശയിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവാം. യഥാർത്ഥത്തിൽ ഉള്ളിത്തട്ടിയാണോ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ താങ്കൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, അത് കൃത്രിമമാണ്. എന്തായാലും ആ രീതിയിൽ ചിന്തിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് താങ്കൾ അങ്ങനെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ KPCCയുടെ പുനഃസംഘടന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് വരികയാണ്. അതിന്റെ ഒരു പ്രാതിനിധ്യ ലെവല് ഇതുപോലെയുള്ള ഒരു പേസിൽ തന്നെയായിരിക്കും KPCC നടക്കാൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും ലീഡർഷിപ്പ് അത് ആലോചിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അവർ സമയത്ത് അവർ വേണ്ട തീരുമാനം എടുത്തു. എന്തായാലും ചാണ്ടി ഉമ്മൻ അദ്ദേഹം തികഞ്ഞ കോൺഫിഡൻസിലാണ് എന്ന് മാത്രമല്ല മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും തനിക്ക് വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെന്ന വ്യാഖ്യാനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുക കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.